കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ തീപാറുന്ന പ്രചരണം എവിടെ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സംശയമില്ലാത്ത തന്നെ പറയാം വടകര എന്ന്. ടി.പി. ചന്ദ്രശേഖരൻ്റെ വേർപാടുണ്ടാക്കിയ തീരാമുറിവുകൾ ഇന്ന് മുണങ്ങാത്ത വടകര. CPM-ൻ്റെ ഒരു കാലത്തെ കോട്ടയായിരുന്ന വടകര. കഴിഞ്ഞ തവണ UDF-ന് വോട്ട് കുത്തി വിജയിപ്പിച്ച അതേ വടകര. ലീഗ് അണികൾ UDF-ന് കരുത്ത് പകർന്നു നൽകുന്ന വടകര. പഴയ കോലിബി സഖ്യം കൊടികുത്തി ഇന്നും വാഴുന്നു എന്ന് CPM ആരോപിക്കുന്ന വടകര. ഒരു മാറ്റത്തിനായുള്ള തയ്യാറെടുപ്പിനായി ഒരുങ്ങുകയായിരുന്ന വടകരയ്ക്ക് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായിരുന്നു മട്ടന്നൂർ MLA KK ശൈലജ. തൊട്ടു പിന്നാലെ എത്തി പാലക്കാട് MLA ഷാഫി പറമ്പിലും. ശൈലജ CPM-ൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ്. ഷാഫി പറമ്പിൽ കോൺഗ്രസിലെ യുവാക്കളുടെയും ലീഗ് അണികളുടെയും പ്രിയപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ തറപറ്റിക്കുക എന്ന ദൗത്യം K. മുരളീധരന് നൽകിയപ്പോൾ ആ വിടവ് നികത്തുന്നതിനായി ലീഗിന് പ്രിയങ്കരനായ ഷാഫിയെ തന്നെ പാലക്കാട് നിന്നും ആനയിച്ച് മണ്ഡലത്തെത്തിച്ചത്. അത് വെറുതെയായില്ല എന്ന് പ്രചരണങ്ങൾ തെളിയിക്കുന്നു. ഇപ്പോഴത്തെ വിവാദങ്ങളും തെളിയിക്കുന്നുണ്ട്. ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ ഷാഫിയുടെ അനുയായികൾ എന്ന പേരിൽ ഒരു സംഘം ഉയർത്തിയ സൈബർ ആക്രമണങ്ങൾ മാത്രമാണ് അതിനൊരു അപവാദം. അതിൽ ഷാഫിയുടെ ഇമേജ് ഒരൽപ്പം തകർന്നു എന്ന് സമ്മതിച്ചേ പറ്റൂ. അതിൻ്റെ അർത്ഥം ഇത്തരം സൈബർ ആക്രമണങ്ങളിൽ KK ശൈലജ തളർന്നുപോയി എന്നല്ല. അവരും വർദ്ധിത വീര്യത്തോടെ പോർക്കളത്തിലുണ്ട്. പിന്നെ മുതിർന്നൊരു CPM നേതാവ്, പാർട്ടി പാരമ്പര്യം, ഇതൊക്കെ വച്ച് ലീഗുകാർക്ക് കമന്റിൻ്റെ ഭാഷയിൽ മറുപടി കൊടുക്കുന്നില്ല KK ശൈലജ എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും മണ്ഡലത്തിൽ പ്രചരണം കൊഴിപ്പിക്കുന്ന ഷാഫി പറമ്പിൽ TP വിരുദ്ധ വികാരം, ലീഗ് പിന്തുണ എന്നിവയ്ക്ക് പരമാവധി വിനിയോഗിക്കുന്നുണ്ട്. എല്ലാം തനിക്കാക്കി വെടിപ്പാക്കി എടുക്കുന്നുമുണ്ട്. അത് സമ്മതിക്കാതെ വയ്യ. TPയുടെ വധമുണ്ടാക്കിയ അലയൊലികൾ ഇന്നും മണ്ഡലത്തിൻ്റെ മനസ്സിലുണ്ട്. അവിടെ നിന്നുമാണ് K. മുരളീധരൻ എന്ന UDF പടക്കുതിര കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കത്തിക്കയറി ജയിച്ചു വന്നത്. ആ അനുകൂല ഘടകങ്ങൾ ഇന്നുമുണ്ട് മണ്ഡലത്തിൽ. കാരണം TPയുടെ വിധവ KK രമ ഇന്നും മണ്ഡലത്തിലുണ്ട്. UDF-നൊപ്പമാണ് അവർ എന്ന് പറയുന്നതിനേക്കാൾ CPM-നെതിരായി ശക്തിയായി നിലകൊള്ളുന്നു എന്ന് പറയുന്നതാകും ഭേദം. അതൊക്കെ ഷാഫി പറമ്പിന് ബാങ്കിലെ സ്ഥിരം നിക്ഷേപം പോലെയാണ്. TPയുടെ പേര് പറഞ്ഞാൽ കൈപൊക്കുന്ന പ്രവർത്തകരാണ് എവിടെയും മണ്ഡലത്തിൽ. അത് ഷാഫി പരമാവധി വിനിയോഗിക്കുന്നുമുണ്ട്. പിന്നെ ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണ ഷാഫിക്ക് കഴിഞ്ഞിട്ടേ മറ്റാർക്കുമുള്ളൂ. കത്തുന്ന വെയിലിലും തളരാത്ത ആവേശത്തോടെയാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഷാഫി പറമ്പലിൻ്റെ പര്യടനം. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും വാഹനത്തിൽ നിന്നിറങ്ങി വോട്ടർമാരെ ഹസ്തദാനം ചെയ്യുമ്പോൾ പുഞ്ചിരിയോടെ ഒരു വാക്ക്: നിങ്ങളുടെ ഒരു വോട്ട് എനിക്ക്, ജയിച്ചാൽ ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ടാകും. കാണുന്നവരോടെല്ലാം പേരും നാടും ചോദിച്ച് നാട്ടുകാരിലൊരാളായി മാറുകയാണ് ഷാഫി പറമ്പിൽ. കാത്തിരിക്കുകയായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഷാൾ അണിയിച്ചും ബൊക്കെ നൽകിയുമൊക്കെ സ്ഥാനാർത്ഥിയെ ഹർഷാരവത്തോടെ സ്വീകരിക്കുമ്പോൾ ഷാഫി വടകരയ്ക്ക് ഒരു അന്യനല്ലാതാകുന്നു. സാധാരണക്കാരുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കുന്നവർ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് ഷാഫി പറയുന്നു. 1 ലിറ്റർ പെട്രോളിന് പണം നൽകുന്നവർക്ക് 40 രൂപ ഇവിടെ നികുതിയാണ്. ഈ നികുതിയുടെ ഊറ്റലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്നത്. പെൻഷൻ അവകാശമല്ല, ഔദാര്യം എന്നാണെന്നാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞത്. പെൻഷൻ ഔദാര്യമാണെന്ന് പറഞ്ഞവരെ ഇനിയും നെഞ്ചിലേറ്റണമോ എന്ന് ചിന്തിക്കേണ്ട സമയമാണിതെന്ന് ഷാഫി പറയുന്നു. അപ്പോഴും ഒരു കാര്യം ഓർക്കണം, LDF-നെ വടകരയിൽ ഒട്ടും തരം കുറച്ച് കാണരുത്. കാരണം അവരുടെ ക്യാമ്പുകളും പ്രചരണവും യോഗങ്ങളും എല്ലാം ഇന്നും ശക്തമാണ്. അത് വടകരക്കാർക്കും അറിയാം. അവർക്ക് പെട്ടെന്നങ്ങനെ LDF-നെ തള്ളിപ്പറയാനും സാധിക്കില്ല, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ. K. മുരളീധരൻ്റെ ജയം അന്നത്തെ വടകരയിലെ സാഹചര്യം കൊണ്ടാണെന്ന് വാദിക്കുന്ന LDF ഇത്തവണ തിരിച്ചു വരവിനുള്ള തന്ത്രങ്ങൾ നടപ്പാക്കുകയാണ്. ഒന്നുകൂടി ഓർക്കണം, വടകരയിലേത് ത്രികോണ മത്സരമല്ല. LDF-ഉം UDF-ഉം തമ്മിലുള്ള ശക്തി പ്രകടനമാണ് അവിടെ ഇപ്പോൾ നടക്കുന്നതെന്ന്.